ഹലോ ഫ്രണ്ട്സ്, അപ്പം പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്ന് ദീപാവലി ആണ്. ദീപാവലീൻ്റെ വിശേഷങ്ങൾ നിങ്ങളായിട്ട് ഒന്ന് പങ്കുവെക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം ഞങ്ങൾക്ക് നാട്ടിൽ പോകാൻ പറ്റിയിട്ടില്ല. ഷിബിനേട്ടൻ്റെ ലീവ് കിട്ടാത്തതുകൊണ്ട് നാട്ടിൽ പോയിട്ടില്ല. അപ്പം നമ്മുടെ ദീപാവലി ഈറോഡാണ്. അപ്പം ഇന്നലത്തെ ഷോർട്സിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഈറോഡ് നല്ല അടിപൊളിയായിരുന്നു ദീപാവലി. അത് ദീപാവലീൻ്റെ തലേന്നുള്ള സെലിബ്രേഷൻ ആയിരുന്നു. ഇന്ന് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിന് മുന്നേ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതെന്താ ഇപ്പോൾ കാണുന്നതെന്ന്. അപ്പം നമ്മൾ ദിവാലി ആയതുകൊണ്ട് തന്നെ നമുക്ക് ലീവാണ്. അപ്പം വെറുതെ റൂമിൽ ചടഞ്ഞു കൂടിയിരിക്കണമല്ലോ എന്ന് വിചാരിച്ച് നിങ്ങൾ മുൻപത്തെ വ്ളോഗിൽ കണ്ട പോലെ തന്നെ പ്രതീക്ഷേട്ടനും ഫാമിലിയും ഞങ്ങളും കൂടി ഇവിടെ തൊട്ടടുത്തൊരു ബേർഡ് സാങ്ച്വറി ഉണ്ട്. അപ്പോൾ ഇവിടെ തമിഴന്മാർ പറയാം എന്താണ് പറവൈ ശരണാലയം അങ്ങനെയാണ് പറയുക. നിങ്ങളാരും കേട്ടിട്ട് ചിരിക്കേണ്ട. നമ്മൾ ഇവിടുത്തെ ഭാഷയായിട്ട് അങ്ങനെയാണ് പറയുന്നത്. അപ്പം നമ്മുടെ ദേശാടന കിളികൾ വരുന്ന സ്ഥലമാണിത്. ഇവിടെ വെറുതെ പോയിട്ട് വരാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ്. അത് ഒരുപാട് ദൂരമൊന്നുമില്ല. നമ്മുടെ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ഒരു 8 കിലോമീറ്റർ ഉള്ളൂ കേട്ടോ. അപ്പം ഇവിടെ നല്ലൊരു വൈബ് ഉണ്ട്. കാരണം നല്ല പീസ്ഫുള്ളാണ്, നല്ല കാം ആൻഡ് ക്വയറ്റാണ്. നമുക്ക് നല്ല എന്താ പറയുക, മൈൻഡൊക്കെ ഒന്ന് ഫ്രീ ആക്കാൻ വേണ്ടിയിട്ട് പോയിരിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ്. പക്ഷേ ഇതുപോലുള്ള വയലൻ്റായ ആളുകളെ കൊണ്ട് പോകാൻ നിൽക്കണ്ട കേട്ടോ. അപ്പോൾ എല്ലാം കുളമായി കിട്ടും. നമ്മളവിടെ കുറച്ച് നേരം നിന്നുള്ളൂ. ഭയങ്കര വയലൻ്റായിരുന്നു. അതുകൊണ്ട് നമ്മൾ വേഗം പോകുന്നു. കുറച്ച് കുരുത്തക്കേട് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ റിട്ടേൺ അടിച്ചു കിട്ടും. ഇവിടെ 5:30 വരെയാണ് ഉണ്ടാവുക. അപ്പോൾ ഇന്ന് ദീപാവലി ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ലീവ് ആയതുകൊണ്ട് ഇന്ന് ഒരുപാട് ആളുകളുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ റിട്ടേൺ അടിച്ചു. പിന്നെ ദീപാവലി ആയതുകൊണ്ട് തന്നെ ഇവിടെ റോഡിലൊക്കെ പടക്കത്തിൻ്റെ എന്താ പറയുക, നമ്മുടെ വിഷു ഒന്നുമല്ല, റോഡിലൊക്കെ ഫുള്ള് പടക്കമാണ്. അതാ കണ്ടില്ലേ, നമ്മൾ വരുന്ന വഴിക്കായിട്ടതൊക്കെ റോഡിലാണ് ഇവിടെ എല്ലാവരും പടക്കം പൊട്ടിക്കുക. കാരണം ഇവർക്ക് മുറ്റം കുറവാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് തന്നെ റോഡിലേക്കായിരിക്കും. അപ്പം നമുക്കൊന്നും പറയാനും പറ്റില്ല. ഒക്കെ റോഡിൽ നിന്നാണ് സെലിബ്രേഷൻ. അപ്പം ഇതാണ് ദിവാലി നൈറ്റ് കേട്ടോ. ഒരു രക്ഷയില്ല ഗൈസ്, നല്ല അടിപൊളിയായിരുന്നു. ഞാനവിടെ നമ്മുടെ പാലകുറുമ്പക്കാവിലൊക്കെയാണ് ഇതുപോലെ വെടിക്കെട്ട് കണ്ടത്. ഇത് വെടിക്കെട്ട് തന്നെയായിരുന്നു. എവിടുന്നാണ് പൊട്ടുന്നത് നമുക്ക് തന്നെ അറിയാൻ പറ്റില്ല. നമ്മുടെ ടെറസിൻ്റെ മുകളിൽ കയറിയിട്ടാണ് കൂടുതൽ കണ്ടത്. ഇത് നമ്മുടെ നെയ്ബറാണ് കേട്ടോ. നെയ്ബറെ കൂടെ ടിങ്കിയും പോയിട്ട് കത്തിച്ചു. ഇത് നമ്മുടെ സ്ട്രീറ്റാണ്. സ്ട്രീറ്റ് ഫുള്ള് പടക്കം. പിന്നെ ഇവിടെയുള്ള ഒരു രസം എന്താണെന്ന് വെച്ചാൽ ചെറിയ കുട്ടികൾ, ഒരു 3-4 വയസ്സായ കുട്ടികളാണ്. അവരത്ര വലിപ്പമുള്ള കോമ്പറ്റീവുകൾ. ഒരു പേടിയില്ല. ഇവിടെ ഒരു വേറെ തന്നെ ദിവാലി നമ്മുടെ എന്തായാലും അടിപൊളിയായിരുന്നു. നമ്മുടെ നാട്ടിൽ ഇത്ര വൈബ് ഉണ്ടാവില്ല. എത്ര ആഘോഷിക്കാറില്ല. ഇത് പൊട്ടിക്കൊണ്ടേയിരിക്കുന്നു. നേരം വെളുപ്പോളം പൊട്ടിക്കും. കുറച്ചൊക്കെ ഞാൻ എടുത്ത് അപ്പോഴേക്കും ഫാമിലി ഫുള്ളായി. പെട്ടെന്ന് തന്നെ താഴെ ഇറങ്ങിയിട്ടു. മുകളിൽ പോയിട്ടാണ് ഞങ്ങളതൊക്കെ ഷൂട്ട് ചെയ്തത്. ഈ വെടിക്കെട്ട്. അപ്പോൾ വെടിക്കെട്ട് ഉണ്ടാവും കേട്ടോ. നിങ്ങൾ കാണുന്നുണ്ടല്ലോ. അപ്പം നമ്മുടെ ദീപാവലി ഇപ്രാവശ്യം അടിപൊളിയായിരുന്നു. ഈറോഡ് ആയതുകൊണ്ടാണ് ഇത്ര അടിപൊളിയായത്. ഇവിടെ പടക്കത്തിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട് കേട്ടോ. അപ്പം നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും.